ലോകത്തെ എല്ലാ ചതികളുടെയും കേന്ദ്രം എക്കാലത്ത് യൂറോപ്പാണ് എന്ന് ഞാൻ പ്രസംഗിച്ചതിന് കണക്കില്ല. അതിൻ്റെ പേര് ഞാൻ ആക്ഷേപിക്കപ്പെട്ടതിനും കണക്കില്ല. ഇപ്പം എന്നെ വിളിച്ച ഓരോരുത്തർ പറയാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഈ ആഴ്ച അവർ 10 ആളെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അതവർക്ക് ബോധ്യപ്പെട്ടവന് കുറച്ച് നേരം വൈകി. ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല പൂർണ്ണമായി. ഇപ്പോൾ ഞാനോട് പറഞ്ഞിട്ടില്ല പൂർണ്ണമായി. ഇപ്പോഴും എനിക്കോട്ട് അറിയില്ല പൂർണ്ണമായി. എനിക്കെന്നെ അറിയുന്നത് ചില തുണ്ടുകൾ മാത്രമാണ്. അതിൽ ചില തുണ്ട് എനിക്ക് പറഞ്ഞുതരുള്ളൂ. ഞാൻ എന്തിനങ്ങനെ പറയുന്നത്? കരുതിയിരിക്കാൻ. ഒരു കാര്യം എന്തിനാ പറഞ്ഞു കൊടുക്കണം? കരുതിയിരിക്കാനാണ്. ശ്രദ്ധിച്ചോളി, നഷ്ടം സംഭവിക്കും. അപ്പം ഈ പറയുന്നതല്ല, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടും. അതിന് നമ്മൾ ബേജാറാകണ്ട. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞത് എന്താണ് സത്യം? എന്നാൽ നമ്മളാ മേലെ നമ്മൾ പറഞ്ഞത് അപ്പം മനസ്സിലായില്ല, 10 കൊല്ലം ഞാൻ മനസ്സിലാവും. أبو حفص الفاروق للدين قد ناهر وعثمان ذو النورين والليث سيدي أبو حسن من حبه الدهر يفترر عليه صلاة الله ثم سلامه بها اعتلي فوق الحجيج ومن عرر عليه صلاة الله ثم سلامه بها دانسي بها اعتلي فوق الحجيج ومن عرر عليه صلاة الله ثم سلامه بها دانسي من حب أحمد قد رحل عليه مع الآل الكرام وصحبه ومن أمسكوا دون النبي ومن قبل. എൻ്റെ പിടിവിടാത്ത പ്രേമത്തിന് ഹറാമെന്ന് പറയാം. പിടിവിടാത്ത ഹറാമ ഷൗക്ക് അതിരുവിട്ട പ്രേമം. ഹറാമി എൻ്റെ അതിരുവിട്ട പ്രേമം. അതായത് പ്രേമിക്കുന്നവൻ പ്രേമിക്കപ്പെടുന്ന വ്യക്തിയുടെ അടിമയാകുന്ന പ്രേമത്തിനാണ് ഹറാം എന്ന് പറയാം. പ്രേമിക്കപ്പെടുന്ന വ്യക്തിയെ പ്രേമിക്കുന്നവൻ അതായത് പ്രേമിക്കുന്ന വ്യക്തിയോട് പ്രേമിക്കുന്നവനുള്ള അടിമത്തം, അതാണ് ഹറാം. അടിമയാണ്, അടിമയായ പ്രേമം. വിടൂല, ഒരിക്കലും വിടൂല. അതാണ് ഹറാം. കേവലമുള്ള ഒരു മഹബത്തല്ലാതെ വിടാത്ത പ്രേമം, അതാണ് ഹറാം. ഷൗക്ക് അതന്നെയാണ് ഷൗക്ക് പറഞ്ഞാൽ അതിരുവിട്ട പ്രേമം. ഇത് നബിയോട് മാത്രമാണ്. അല്ലതി ആരാണ് ഈ നബി? മഹള നസിഹത്തഹു, തൻ്റെ ഗുണകാംക്ഷയെ ആത്മാർത്ഥമാക്കിയ നബിയാണിത്. അതായത് സമൂഹത്തിന് ഗുണം വരണമെന്ന് ആത്മാർത്ഥമായി ഉദ്ദേശിച്ച നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹൽ തനിച്ചാക്കി എന്ന് പറയും. മഹള എന്ന് സാധാരണ ഉസ്താദന്മാരർത്ഥം നമുക്ക് തനിച്ചാക്കി. മഹള ആത്മാർത്ഥമാക്കി. ഗുണകാംക്ഷയെ ആത്മാർത്ഥമാക്കി. നസീഹത്ത് എന്നാൽ ഗുണകാംക്ഷ, ഗുണം വരട്ടെ എന്ന് ആഗ്രഹിക്കും. ആർക്ക്? അള്ളാഹുവിൻ്റെ മഖ്ലൂക്കിന് മുഴുവനും ഗുണം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഉദ്ദേശിച്ച നബിയാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബിയോടാണ് എൻ്റെ പ്രേമമായ പ്രേമമെല്ലാം. ഭയങ്കര പ്രേമം നബിയോട് എന്നാണ് വല്ലാത്തൊരു പ്രേമം. എന്ന് പറയുമ്പോൾ ഈ പ്രേമം എന്നാണ് ഉണ്ടാക്കി കൂട്ടുന്ന പ്രേമല്ല, വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ രത്നത്തിന് ഒരു ശോഭ ഉണ്ടാവും. അതേപോലെ തന്നെ 1 ഗ്രാം തങ്കത്തിൽ മുക്കിയ ആഭരണം ഉണ്ടാവും, ഗോൾഡ് കവറിങ് ആഭരണം ഉണ്ടാവും. അതിന് ഒരു ശോഭ ഉണ്ടാവും. വ്യത്യാസമുണ്ട്. എന്താണ്? ഈ 1 ഗ്രാം തങ്കത്തിൽ മുക്കിയ ഈ ആഭരണത്തിന് ഓരോ ദിവസവും അതിൻ്റെ ശോഭ കുറഞ്ഞുകൊണ്ടേയിരിക്കും. രത്നമാണ് ആണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ശോഭ കുറയില്ല. അപ്പം ഈ ഹറാമ് എന്ന് പറഞ്ഞ ഉള്ളിന്ന് വരണം. അത് നേരത്തെ തന്നെ അല്ലാഹു തആല ആ വ്യക്തിയിൽ അങ്ങോട്ട് കയറ്റണം. ബാബ മുതുകുന്ന കുത്തുബായി വന്നവർ ഇവിടെ വന്ന് പണിയെടുത്തതല്ല, നീനിയാത്തും അമലിയാത്തും പഠിച്ച് നന്നായതല്ല. അല്ലാഹു തആല അങ്ങനെ കൊടുത്തു. പിന്നെ ആ വ്യക്തി അല്ലാഹു അങ്ങനെ ആക്കിയത് എന്തുകൊണ്ട്? അത് നമുക്ക്
ലാ യുദ്റ, അറിയപ്പെടാത്തൊരു ഇൽമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കൊടുത്തത് നമുക്ക് തരാത്തത് എന്ത്? അത് അള്ളാഹ്ക്കുള്ളൊരു അറിവാണ്. അതിൻ്റെ പിന്നിൽ കാര്യമുണ്ട്, അത് നമുക്ക് മനസ്സിലാവില്ല. നമുക്കത് മനസ്സിലാക്കാനേ കഴിയില്ല. എന്നതുപോലെ ഒരു വ്യക്തിക്ക് അല്ലാഹു തആല നബിയോട് അമിതമായ വല്ലാത്തൊരു, അമിതം എന്ന വാക്കിന് പോലും അർത്ഥമില്ല. ഈ അമിതം എന്ന വാക്ക് ഒരു നസബിയായ വാക്കാണ്, ആപേക്ഷിക. മനസ്സിലായില്ല? ഒരു മനുഷ്യൻ തിന്നുന്ന ഭക്ഷണം, 2 മനുഷ്യൻ തിന്നുന്ന ഭക്ഷണം ഒരാൾക്ക് കൊടുത്താൽ അത് അമിതമാണ്. അത് ആനക്ക് കൊടുത്താലോ മിതവുമല്ല, മിതത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു 10-50 ആൾ തിന്നുന്ന ഭക്ഷണം കൊടുത്താലേ ആനക്കൊരു കട്ടൻ ചായൻ്റെ അവിടേക്ക് എത്തുള്ളൂ, ചായം കടിയല്ല. അപ്പം അമിതം എന്നത് ആപേക്ഷികമായ വാക്കാണ്. മനസ്സിലായില്ല? ചിന്തിക്കുക. ചില ആളുകൾ അവരെ മിതം മറ്റൊരാളെ മിതമായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ വേണോ എന്ന് ഒരാൾ പറയും. പക്ഷെ അത് ഒന്നുമായിട്ടുണ്ടാവില്ല. അമിതമായ, അമിതം എന്ന് പറയാൻ വാക്കെന്നെ എഡിറ്റ് ചെയ്തു, പിന്നെയും പറഞ്ഞു പോവുക. അമിതം എന്ന വാക്കേ പറയാൻ പാടില്ല. മനസ്സിലുണ്ടോ? അവർക്ക് അമിതം നബിയെ പ്രേമിക്കാതിരിക്കലാണ് അമിതം. അതായത് ഒരു മിതമായ മനസ്സിൻ്റെ ശൈലി ഒരു മനസ്സിന് ഉണ്ടാവണമെങ്കിൽ നബിയെ അതിരറ്റ് പ്രേമിക്കണം എന്നതാണ് അവരുടെ മിതം. അപ്പോൾ അതിലേക്ക് അവരെത്തിയിട്ടില്ല എന്ന്. നബി ആത്മാർത്ഥമാക്കി നസിഹത്തോ, തൻ്റെ ഗുണകാംക്ഷയെ എല്ലാവർക്കും ഗുണം വരട്ടെ എന്നാണ് നബിയുടെ ചിന്ത സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിനെല്ലാവർക്കും. നബിയുടെ ദാത്തിൽ ഫറലായിരിക്കുന്നു. നബിയുടെ ദാത്തിൽ നബിയെ പ്രേമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പ്രേമം എന്നാണ്. ആർക്കാ പ്രേമിക്കേണ്ടത്? നബിയെ പ്രേമിക്കുന്നുണ്ട്. കാരണം കാര്യങ്ങളുടെ അടിസ്ഥാനം നബിയല്ലേ. ഈ ഉണ്ടാകാൻ കാരണം നബി ആയതുകൊണ്ട് നിന്റെ നിർബന്ധ ബാധ്യതയാണ് ആര് പ്രേമിക്കൽ. ഫറലാണ്. ഓരോ സെക്കൻഡും ഫറലാണ്. നിസ്കാരം 5 വഖ്ത് ഫറലാണ്. നബിയെ പ്രേമിക്കൽ ഓരോ സെക്കൻഡും ഫറലാണ്. മനസ്സിലായില്ല? നിസ്കാരം ഫറലാണ്, 5 വഖ്ത്. നബിയെ പ്രേമിക്കേണ്ടത് ഓരോ മൈക്രോ സെക്കൻഡിന് നബിയെ പ്രേമിക്കണം. കാരണം നിന്റെ അടിസ്ഥാനം നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽഹുബ്ബു പ്രേമം ഫീ ദാത്തിഹി, നബിയുടെ ദാത്തിൽ പ്രേമം ഫറലാണ്. നബിയെ പ്രേമിക്കൽ ഫറലാണ്, നിർബന്ധമാണ്. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കൽ 5 വഖ്ത് പോരാ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. മനസ്സിലായില്ലേ? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഓരോ സെക്കൻഡിലും വേണം. രാവിലെ അള്ളാഹ് ഉണ്ട് എന്ന് ചോദിച്ച് 10 മണിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉച്ചക്കാണ് നീ അള്ളാഹ് ഉണ്ട് നിശ്ചയിക്കേണ്ടത്. 10 മണിക്ക് എന്ത് പറഞ്ഞു? അതിന് നമുക്കൊരു അഭിപ്രായം കിട്ടുന്നില്ല. ഉച്ചക്ക് ബാങ്ക് കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? അള്ളാഹ് ഉണ്ട്. പിന്നെ 4 മണി വരെ അള്ളാഹിനെ പറ്റിയ അഭിപ്രായമില്ല. 4 മണിക്ക് പിന്നെ അങ്ങനെ മതിയോ? അള്ളാഹിൻ്റെ വിശ്വാസം അല്ല. അള്ളാഹിൻ്റെ വിശ്വാസം ഓരോ സെക്കൻഡിലും വേണം. നബിയിലെ വിശ്വാസം ഓരോ സെക്കൻഡിലും വേണം. ഫറലാണ്. നിസ്കാരം 5 വഖ്ത് പറഞ്ഞു. സുബഹി നിസ്കരിച്ചാൽ ഇനി നിസ്കാരമല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഹുബ്ബു പ്രേമം ഫി ദാത്തി, നബിയുടെ ദാത്തിൽ ഫറലാണ്. നബിയെ പ്രേമിക്കൽ ഫറലാണ്. ഹബീബി ഹബീബുല്ലാഹി ത്വാഹ മുഹമ്മദു വദാക ദവാഉൽ ഖൽബി ഇൻ ലാഖ ഉമരു. ഹബീബി എൻ്റെ പ്രേമഭാജനം, ഹബീബുല്ലാഹി അള്ളാഹുവിൻ്റെ പ്രേമഭാജനം തന്നെയാണ്. ത്വാഹ മുഹമ്മദു, അത് ത്വാഹ മുഹമ്മദാണ്. അള്ളാഹു ആരെയാണ് പ്രേമിച്ചത് അയാൾ തന്നെ ഞാൻ പ്രേമിക്കണം. ഹബീബി ഹബീബുല്ലാഹി ത്വാഹ മുഹമ്മദു. ഹബീബി ഹബീബുല്ലാഹി ത്വാഹ മുഹമ്മദു വദാക ദവാഉൽ ഖൽബി ഇൻ ലാഖ ഉമരു
ആ പ്രേമമാണ് ദവാഉൽ ഖൽബി, ഖൽബിന്റെ മരുന്ന്. കൽബ് കുടുസായാൽ, മരുന്ന് അല്ലെങ്കിൽ കൽബിന് രോഗം വന്ന, കൽബിന് ഒരു കുടുസാക്കാൻ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളെ നാലാൾ വിമർശിച്ചു. അപ്പൊ വിമർശിക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അല്ലാഹ് എന്നെ വിമർശിക്കാമല്ലോ, മരിച്ചു. അതിന് മരുന്ന് നബിയെ പ്രേമിക്കല. നബിയോടുള്ള ആത്മാർത്ഥമായ പ്രേമമുണ്ടെങ്കിൽ, ഒരു നന്മക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ, പുതാന കള്ളു കുടിച്ചു, അപ്പൊ വിമർശിച്ചു. മനസ്സിലായോ? അവിടെയും ഒരു നിലയ്ക്ക് നബിയെ പ്രേമിക്കൽ തന്നെയാണ്. കാരണം നബിയുടെ സ്വഭാവത്തിലേക്ക്, രീതിയിലേക്ക് മടങ്ങിയാൽ കള്ളുടി അവസാനിക്കും. ഞാൻ ഒരു കാര്യം ചിന്തിക്കാം, അവൻ തെറ്റ് ചെയ്തിട്ടാണല്ലോ അവനെ ആക്ഷേപിച്ച്. അതേസമയത്ത് നന്മ ചെയ്തിട്ട് ആക്ഷേപിച്ചു. ഒരു നന്മ ചെയ്തു, നന്മ ചെയ്തു, എന്നോട് ആക്ഷേപിച്ചു. ഞാൻ ഈ 2025 എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെതിരെ അല്ല നബിയുടെ യുദ്ധം, തുകയാനെതിരെയാണ്. എൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു. എനിക്കറിയാം 100% ഞാൻ പറഞ്ഞ സത്യമാണ്. അവർ വിശാലമായി ചിന്തിച്ച് അവർക്ക് എളുപ്പത് മനസ്സിലാവും. അതാണ് ശരിയും. അവർ പറഞ്ഞൊക്കെ 100% തെറ്റാണ്. ബദർ യുദ്ധം അത് തുകയാനെതിരാണ്, അതിക്രമങ്ങൾക്കെതിരാണ്, അല്ലാതെ ഷിർക്ക് എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ അല്ല. അത് അള്ളാഹുവും വ്യക്തിയും തമ്മിലുള്ള പ്രശ്നമാണ് ഷിർക്ക്. അതേസമയം ഷിർക്ക് വിശ്വസിക്കൽ, തൗഹീദ് വിശ്വസിക്കൽ ജനങ്ങൾക്ക് നിർബന്ധം, അത് ഇൻഡിവിജ്വലായ നിർബന്ധമാണ്. പക്ഷെ നിർബന്ധ കാര്യങ്ങൾ വെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവനും ആരും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൻ്റെ പേരിൽ അവനെ യുദ്ധം ചെയ്യില്ല. അപ്പം യുദ്ധം തുകയാനെതിരാണ്. ഇത് ഒരു സത്യത്തിൻ്റെ കനക കട്ട ഞാൻ ഇറക്കിയതാണ്. ഒരു കനകം ഇട്ട് വലിച്ചെടുത്തതാണ്. ഇത് സത്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ എത്രയോ ആക്ഷേപിക്കപ്പെട്ടു. അപ്പോഴത്തേന് ഞാൻ ഉരിക്കണം. ഞാൻ അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിൽ ഒരിക്കല്ല. കാരണം നമ്മൾക്കുള്ള ഒന്നുമല്ല. ജീവിതം മുഴുവൻ നന്മ മാത്രം ചെയ്തൊരു മനുഷ്യനെ ജീവിതകാലത്ത് എത്ര ശത്രുക്കളാണ്, മരിച്ചിട്ട് ശത്രുക്കളാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ശത്രുള്ള ആളാരാ? മുഹമ്മദ് മുസ്തഫ. ആണോ അല്ലേ? പറ. ഇന്ന് ലോകത്തെ ഏറ്റവും ശത്രുള്ള വ്യക്തി മുഹമ്മദ് മുസ്തഫയാണ്. ആണോ അല്ലേ? ആണ്. മുസ്ലിങ്ങൾ തന്നെ വലിയ ശതമാനം ശത്രുക്കളുണ്ട്. മുസ്ലിം നാമധാരികൾ ശത്രുക്കളാണ്. നബി അത് ചെയ്ത് ശരിയായി, ഇത് ശരി. നാമധാരി അസ്ലോം കാഫറാണ്. പുസ്തകം പറയും വേണ്ടല്ലോ. മനസ്സിലായോ? അപ്പം നമ്മൾ നാലാളെ ആക്ഷേപിക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ കുടിസായി. മോൻ കയറെടുത്ത് തൂങ്ങാൻ പോവുക, നീ നാട് വിടുക, ഞാൻ ഇനി ഇവിടെ ഇല്ല, ഞാൻ പോവുക. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നുന്നത്? ഏത് വ്യക്തിക്കും അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സപ്പോസ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? അവൻ്റെ കൽബിൽ ആരോട് പ്രേമം ഉണ്ടായില്ല? നബിയോട്. കാരണം ഇത് നബിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ നമ്മൾ ആക്ഷേപിച്ചാൽ എന്താ? ഈ ലോകം മുഴുവൻ ആക്ഷേപിച്ചിട്ട് ഒരു മനുഷ്യനൊന്നും പറ്റിയിട്ടില്ല. അവർ നാളെ ആക്ഷേപിക്കണം, ഉരുകണം എന്തിനാ? മനസ്സിലാണ്ട് പറഞ്ഞേ. ഇത്ര ഇന്ന് രാവിലെ ഒരാൾ, ഞാൻ ആ പെട്രോൾ പമ്പിൽ വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് ഒരാൾ വന്നാണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ മാപ്പാക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ആ വ്യക്തി ആദ്യമായി കാണാം, മുമ്പ് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ തമ്മിൽ ആദ്യമായി കാണുകയാണല്ലോ. അല്ല, ഞങ്ങളെന്നും കാണുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് കാണാത്തത്. ആയിക്കോട്ടെ, അപ്പം നിങ്ങൾ മാപ്പാക്കണം. ഞാൻ പറഞ്ഞു പോകുമല്ലോ, സ്വാഭാവികമായി പലതും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അത് സാരമില്ല, നിങ്ങൾ എൻ്റെ പേര്, ഞങ്ങളൊരു കല്യാണം അന്വേഷിച്ചതിൻ്റെ പേരിലോ അങ്ങോട്ടോ എൻ്റെ ഒരു കാര്യത്തിലല്ലല്ലോ, നിങ്ങൾ ഒരു സാമൂഹിക കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീക്ഷണം രണ്ടായതുകൊണ്ടല്ലേ, ഇതിൽ എന്താ തെറ്റ്? അത് സാരമില്ല. മനസ്സിലായില്ലേ? അതിപ്പോൾ ഒരാൾ ഇപ്പം നമ്മളോട് ആക്ഷേപിച്ചിട്ട് വർത്താനം പറയാതെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. മനസ്സിലായില്ല? ഇപ്പം നമ്മളെന്തിനും ബേജാറാണ്? നമ്മൾ ചെയ്തത് എന്താണെങ്കിൽ ശരിയാണെങ്കിൽ ആ ശരി ഇന്നലെ നാളെ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്നലെ നാളെ ബോധ്യപ്പെടും, ഉറപ്പായിട്ട് ബോധ്യപ്പെടും. നേരം കഴിയപ്പോഴത്തേന്
ഇപ്പോൾ ബോധ്യപ്പെടാനാണ് നമ്മൾ ഈ ചീത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. സത്യം സത്യത്തിൻ്റെ കനകാണ്. മുസ്ലിം സമുദായത്തിന് വലിയ ദുരന്തം ഇന്നത്തെ ചില മുസ്ലിം മൂവ്മെൻറ്റുകൾ വരുത്തി വെക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് വിഡ്ഢികളുടെ കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ആരാണ് ഈ വിഡ്ഢിത്തരം കളിക്കുന്നത്? നേതാക്കന്മാർ. വലിയ ദുരന്തം മുസ്ലിങ്ങൾക്കുണ്ടാക്കും എന്നാണ് വിശ്വാസം. അത് വെറുതെ പറഞ്ഞതുമല്ല, കറക്റ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ബോധ്യപ്പെടില്ല, ഒരു 10 കൊല്ലം അങ്ങനെ ബോധ്യപ്പെടും. ഇപ്പം മുസ്ലിം സ്ത്രീകൾ, സുന്നി സ്ത്രീകളെ, സുന്നികൾ തന്നെ സ്ത്രീകളെ ജുമാ കൊണ്ടുപോകും 10 കൊല്ലം ആകുമ്പോഴത്തേന് എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ സുന്നി സ്ത്രീകളും ജുമാക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞു എന്നത് പേരിൽ ഒരാൾ ആക്ഷേപിച്ചു. അത് അയാൾ ആ പ്രസംഗം പോലും ശരിക്കും കേൾക്കാത്തതുകൊണ്ടാണ്. എല്ലാ സുന്നി സ്ത്രീകളും 10 കൊല്ലം കൊണ്ട് ജുമാക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞവൻ അങ്ങനെ പറയുന്നത്. മറുപടി പറഞ്ഞവൻ കളവ് കൂട്ടും. കാരണം കളവ് കൂട്ടിയാലേ അതിന് എരുമ്പുളി ഉണ്ടാവുള്ളൂ. എല്ലാ മുസ്ലിം പെണ്ണുങ്ങളും 10 കൊല്ലം കൂടി ജുമാക്ക് പോകും എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാണ് ആക്ഷേപിക്കുന്ന മറുപടി പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞത് പച്ചക്കളവാണ്. കളവ് പറഞ്ഞാലേ എരുമ്പുളിയും കിട്ടുള്ളൂ. അത്തരം ആളുകൾ വിമർശിക്കുന്നതിൽ മുഴുവൻ കളവുണ്ടാവും. ആ വ്യക്തി എന്നെ വിമർശിച്ചതിൽ മുഴുവൻ കളവുണ്ട്. പക്ഷെ ഞാൻ തിരിച്ചു വിമർശിച്ചില്ല. എന്തുകൊണ്ട്? വേണ്ട. അത് അവർ അള്ളാഹുവിനെ കോടതി പറയണ കാര്യം. ആ വ്യക്തി, ഈ പറയുന്ന വ്യക്തി എന്നെപ്പറ്റി ആക്ഷേപിച്ചത് മുഴുവൻ കളവാണ്. കളവില്ലാത്തൊരു ആക്ഷേപം നടത്തിയിട്ടില്ല. അതിനുള്ളിൽ കളവ്. ഇതൊരു കളവാണല്ലോ. അത് ഈ സമൂഹം മനസ്സിലാക്കൂല. 10 കൊല്ലം കൊണ്ട് സുന്നികൾ പെണ്ണുങ്ങളെ ജുമാക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എല്ലാ സുന്നികളും എല്ലാ പള്ളിയിലും ജുമാക്ക് കൊണ്ടുപോകും എന്നല്ലല്ലോ അതിനർത്ഥം. അങ്ങനെ ഞാനോട് പറഞ്ഞിട്ടുമില്ല. എല്ലാ പെണ്ണുങ്ങളും 10 കൊല്ലം കൊണ്ട് ജുമാക്കൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ മറുപടി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഈ എല്ലാ പെണ്ണുങ്ങളും എൻ്റെ വാക്ക് കളവാണ്, പച്ചക്കളവ്. എന്തിനാണ് ഈ കളവ് കയറ്റിയേക്കുന്നത്? ആ പറഞ്ഞ എരുമ്പുളിയും കിട്ടാൻ. ഞാനതിൽ ചെറിയൊരു മാപ്പപേക്ഷ നടത്താണ്. എന്ത്? 10 കൊല്ലം എന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. കുറച്ച് കുറക്കണം, ദേശം ഉണ്ടാക്കണം. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ മറുപടി പറഞ്ഞത് ഒരു മൂമിനായ പെണ്ണും ജുമാക്കൂല എന്നാണ്. മൂമിനാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ അർത്ഥമില്ലല്ലോ. സുന്നികൾ ജുമാക്കൊണ്ടുവന്ന ഈ സുന്നികൾ ഇത്ര വലിയ മൂമിനികളായിരിക്കും. പേരിൽ ഓൻ ആരായിരിക്കും? സുന്നിയായിരിക്കും. പേരിന് സുന്നിയായിരിക്കും. ഒരൊറ്റ മൂമിനായ പെണ്ണും പോകില്ല. അതൊക്കെ എന്ത് വർത്താനാണ്. മൂമിനികളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ സംസാരം തന്നെ ഇല്ലല്ലോ. നിങ്ങൾക്ക് പറയണ മനസ്സിലായി, ഇത് ജനങ്ങളെ പറ്റിക്കാണ്. ഞാൻ അതിനിപ്പോൾ അപ്പം തന്നെ മറുപടി പറഞ്ഞ ഒരു വഷളാക്കാൻ, ഒരു 10 മിനിറ്റ് മതി വഷളാക്കാൻ. ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ട്? എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞ പ്രസംഗം ശരിക്കും കേട്ടോനെ ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവും. ഞാൻ അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ, ഏതെങ്കിലും ഒരു സമൂഹത്തിനെങ്കിലും മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ട് മോൽ കളവാണ്, നോണയാണ് പറഞ്ഞതെന്നൊക്കെ പറയും. അതിലെന്താ അർത്ഥമുണ്ട്? അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കൂല. പക്ഷെ അതൊക്കെ സത്യമാണ്. അതെല്ലാം നടന്നിരിക്കും, 100% നടക്കും. ലോകത്തെ എല്ലാ ചതികളുടെയും കേന്ദ്രം എക്കാലത്ത് യൂറോപ്പാണ് എന്ന് ഞാൻ പ്രസംഗിച്ചതിന് കണക്കില്ല. അതിൻ്റെ പേര് ഞാൻ ആക്ഷേപിക്കപ്പെട്ടതിനും കണക്കില്ല. ഇപ്പം എന്നെ വിളിച്ച ഓരോരുത്തർ പറയാണ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഈ ആഴ്ച ഒരു 10 ആളെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അതവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ കുറച്ച് നേരം വൈകി. ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല പൂർണ്ണമായി. ഇപ്പോൾ ഞാനോട് പറഞ്ഞിട്ടില്ല പൂർണ്ണമായി. ഇപ്പോഴും എനിക്കോട്ട് അറിയില്ല പൂർണ്ണമായി. എനിക്കെന്നെ അറിയുന്നത് ചില തുണ്ടുകൾ മാത്രമാണ്. അതിൽ ചില തുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ഞാൻ എന്തിനങ്ങനെ പറയുന്നത്? കരുതിയിരിക്കാൻ. ഒരു കാര്യം എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? കരുതിയിരിക്കാനാണ്. ശ്രദ്ധിച്ചോളി, നഷ്ടം സംഭവിക്കും. അപ്പൊ ഈ പറയുന്നതല്ല, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടും. അതിന് നമ്മൾ ബേജാറാകണ്ട. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞത് എന്താണ് സത്യം. എന്നാൽ നമ്മളാണ് മേലെ. നമ്മൾ പറഞ്ഞതുപോലെ അപ്പം മനസ്സിലായില്ല, 10 കൊല്ലം ഞാൻ മനസ്സിലാവും. അന്ന് നമ്മൾ ഉണ്ടാകാതിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ചെവി അരിഞ്ഞുകൊണ്ടേക്കോളെന്ന് പറഞ്ഞാൽ എൻ്റെ ചെവി അറിയാൻ വേണ്ടിയില്ല. അതൊരു പ്രയോഗമാണ്. അതൊരു അല്ല. ഇനിയിപ്പോൾ ജുമാക്ക് പെണ്ണുങ്ങളൊന്നും പോയിട്ടില്ലെങ്കിൽ എൻ്റെ ചെവി അറിയാൻ വെക്കും. അതൊരു പ്രയോഗം, അത്രയേ ഉള്ളൂ. പക്ഷെ അത് സത്യമാണ്.
എൻ്റെ ചെവി നിങ്ങൾ അരിഞ്ഞോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കത്തിയും കൊണ്ട് ചെന്ന് നിങ്ങളെല്ലാവരും കൈയടിച്ച് ഉസ്താദിൻ്റെ ചെവി അരിയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തിനാണോ? അല്ല, അതൊരു പ്രയോഗമാണ്. എന്തിനാണോ പ്രയോഗം നടത്തുന്നത്? അതത്രയും വലിയ സത്യമാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത്രയും നടത്തുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടിയായാൽ ഇതിനെ പറ്റി നമുക്ക് പ്രയാസമില്ല. നമ്മളെ കണ്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സ് കുടുസായാൽ അതിനെ മരുന്ന് നബിയെ പ്രേമിക്കണം. അള്ളാഹിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച് അതിൻ്റെ ഉശ്റ് മേഷർ 11 ലോകത്ത് പിന്നാരെ അനുഭവിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ നന്മല്ലാത്ത വേറൊന്നും ജീവിതത്തിലോട്ട് ചെയ്തിട്ടുമില്ല. എന്തിനാ കുട്ടി മരിച്ച ദിവസം ഏതൊരു കുട്ടിയാണ്, ഇപ്പം നമ്മളെ തൊട്ടപ്പുറത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർക്കുണ്ട് എന്ന് നോക്കുക, ഒരു നിരീശ്വരവാദി പാർക്കുണ്ട്. നിങ്ങൾ കുട്ടി മരിച്ചാൽ നാം തുള്ളിച്ചാടൂലല്ലോ. ഒരു പട്ടണം മുഴുവനും തുള്ളിച്ചാടുകയാണ് കുട്ടി മരിച്ച ദിവസം. അങ്ങനെ ഉണ്ടാവും ചരിത്രത്തിൽ? തുള്ളിച്ചാടുക. അല്ലാ സാറ മുഹമ്മദിൻ്റെ അബുത്തർ, മുഹമ്മദിൻ്റെ അവസാനത്തെ വാലും അറ്റും. ഇത് പറഞ്ഞിട്ട് അപ്പോഴാണ് എന്ന സൂറത്തിറങ്ങിയത്. എന്താ കാരണം? അള്ളാഹു റസൂലിൻ്റെ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. ആൺകുട്ടി. പെൺകുട്ടി തറവാട് അല്ലല്ലോ, നിറവാട് നിലക്ക് ആൺകുട്ടി തന്നെ. ആദ്യത്തെ കുട്ടിയുടെ ഖാസിം അത് മരിച്ചു. പിന്നെ രണ്ടാമത്തെ കുട്ടി അബ്ദുള്ള അതും മരിച്ചു. ഈ രണ്ടാമത്തെ കുട്ടി മരിച്ച ദിവസം മക്ക പട്ടണത്തിൽ ഉത്സവം നടത്തി. മുഹമ്മദിനെ പേടിക്കണ്ട. എന്തുകൊണ്ട്? മുഹമ്മദ് മരിച്ചാൽ തീർന്ന്, മുഹമ്മദിനെ കൊന്നാൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഏറ്റെടുത്ത് പറയാൻ ഇനി മുഹമ്മദിൻ്റെ കൂടെ വേറെ ആൾ ഇല്ല. എന്നിട്ടൊരു പട്ടണം മുഴുവനും ഉത്സവ പ്രതീതി. ആ കുട്ടി ചെറിയ കുട്ടി ചിന്തിക്ക്. ആ കുട്ടിയും മരിച്ചു. ഒക്കെ ചെറിയ കുട്ടികളെ മരിച്ചൊക്കെ അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ കുട്ടി മരിക്കുമ്പോൾ ആദ്യത്തെ കുട്ടി മരിച്ചു. പിന്നെ ആ ആൺകുട്ടിയാണ് അബ്ദുള്ള, അതും മരിക്കുകയാണ്. അപ്പം ആ വീട്ടുകാരെ വിഷമത്ര. ആ സമയത്ത് സ്വന്തം പട്ടണം ഉത്സവം നടത്തുക. അതെ ഖദീജ ബീവിയല്ലാതെ റസൂലുള്ളാഹി കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെ മറിയത്തുൽ ഖുബത്തയിൽ ഇബ്രാഹിം അതിൽ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മനസ്സിലാവുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു പ്രയാസമുള്ള ഒരാൾ നമ്മളെ ഈ ലോകത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്? ആരാണ് ആ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്? സ്വന്തം എളാപ്പയായ അബൂലഹബ്. അബൂലഹബിനെതിരെ ഇറങ്ങിയ സൂറത്താണ് ഇന്ന ഷാനിഅക. അങ്ങേ ആക്ഷേപിക്കുന്നവൻ്റെ വാലാണ് അറ്റുക, അങ്ങയുടേതല്ല. അങ്ങ് പറഞ്ഞത് ഏറ്റെടുക്കാൻ എമ്പാടും ആളുണ്ടോ? ഓൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. സത്യമാണ്. സത്യം പുലരും ചെയ്തു. പക്ഷെ അന്ന് ഈ അബൂലഹബിൻ്റെ കൂടെ തുള്ളിച്ചാടി. ആ തുള്ളിച്ചാടലിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അബൂലഹബാണ്. അവിടെയും നബി ആക്ഷേപിക്കാം. എന്ത് പറഞ്ഞാൽ ആക്ഷേപിക്കാം? ഈ അബൂലഹബിന് നിങ്ങൾക്ക് അറിയില്ലേ എന്ത്? ഈ മനുഷ്യൻ ജനിച്ച സമയത്ത് സ്വന്തം അടിമ സ്ത്രീനെ മോചിപ്പിച്ച ആളല്ലേ സുഹൈബത്തുൽ അസ്ലമിയെ. ആ മനുഷ്യൻ ഇങ്ങനെ അയക്കണമെങ്കിൽ അത് അങ്ങനത്തെ മോശപ്പെട്ട വ്യക്തി ആയതുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ പറയാലോ? മനസ്സിലായില്ല? അവിടെ അങ്ങനെ പറഞ്ഞൂടെ? അവിടെയും പറയാം. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഈ വ്യക്തി, ഈ തുള്ളിച്ചാടുന്ന വ്യക്തി ആരാ? ഇപ്പൊ തുള്ളിച്ചാടുന്ന അബൂലഹബ് ആരാ? ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അനുജൻ സഹോദരൻ, മനസ്സിലായില്ലേ? മുത്താപ്പയാണ് അബൂലഹബ്. നിങ്ങളുടെ അനുജൻ അബ്ദുള്ളാക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് മൂത്താപ്പയായ അബൂലഹബിനോട് ഒരാൾ പോയി പറഞ്ഞപ്പോൾ പറയുന്ന അടിമ സ്ത്രീയെ പറഞ്ഞു, എൻ്റെ അനുജന് കുട്ടി ജനിച്ച വിവരം എന്നോട് ജല്ല അറിയിച്ചത്, എന്നെ ഞാൻ ഈ സെക്കൻഡിൽ സ്വതന്ത്രയാക്കി. മുറിവായുള്ളോടത്ത് ഉപ്പേക്കാത്ത അരക്കൂസാണ്, ദുർലുബ്ധനാണ്. ആര്? ഈ അബൂലഹബ്. അതേ അബൂലഹബാണ് ഈ ഒരു കാര്യം വന്ന് പറഞ്ഞു, ഒരു ബിഷാറത്ത്, ഒരു സന്തോഷം വന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പറഞ്ഞ പെണ്ണിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുത്ത്. ആ വ്യക്തിയാണ് പിന്നെ റസൂലുള്ളാഹിന്റെ കുട്ടി. ഈ വ്യക്തിക്ക് കുട്ടി ജനിച്ചപ്പോൾ തുള്ളിച്ചാടുന്നത്. ഈ കുട്ടി മരിച്ചു. മനസ്സിലായില്ല?
മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടി ജനിച്ചപ്പോൾ അടിമ സ്ത്രീയെ മോചിപ്പിച്ച അതേ വ്യക്തിയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് എന്ന ഈ മനുഷ്യന് പിന്നെ വളർന്ന് കുട്ടിയായി ആ കുട്ടി മരിച്ചപ്പോൾ എന്ത് ചെയ്യുന്നത്? തുള്ളിച്ചാടുന്നത്. ഇത് ഇവിടെ മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് എന്ത് പറയാ? നിങ്ങൾ ഈ അബൂലഹബിനെ മനസ്സിലാക്കി, നിങ്ങൾ അബൂലഹബിനെ വിമർശിക്കാൻ നിൽക്കരുത്. ഈ അബൂലഹബ് ആരാണ്? ഈ മുഹമ്മദ് എന്ന മനുഷ്യൻ ജനിച്ചപ്പോൾ സ്വന്തം അടിമ സ്ത്രീയെ മോചിപ്പിച്ചാളെ. അപ്പൊ മുഹമ്മദിന്റെ കയ്യിരിപ്പ് മോശമായതുകൊണ്ടല്ലേ അങ്ങനെയും പറയാനോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ആക്ഷേപിക്കപ്പെട്ടു. അതിന് മാത്രം ഹൃദയമില്ലാത്ത വ്യക്തിയായി ആര്? അബൂലഹബിന് ഇതിപ്പോ ഇവിടെ ശിർക്ക് വിപാടനം ചെയ്യാൻ വേണ്ടിയിട്ടും നന്മ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും കഅബാലയത്തിന്റെ കൂത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയും വരുന്ന ആളാണ് എന്നതൊന്നും അന്ന് ആർക്കും അറിയില്ല. അബൂലഹബിനെ എങ്കിൽ മറ്റേ കൃഷ്ണനെ കംസൻ വധിക്കാൻ പോയ മാതിരി പോവില്ലേ? അതപ്പ അറിയൂല. പിന്നെ ഈ കുട്ടി വളർന്നപ്പോൾ നമ്മളെ കളിയൊക്കെ നിൽക്കുന്നു മനസ്സിലായി. അപ്പൊ പിന്നെ കുട്ടിക്കെതിരായി. അതൊക്കെ അങ്ങനെയാണ്. എല്ലാ കാര്യം അങ്ങനെയാണ്. എല്ലാ കാര്യവും നമ്മളൊരു ഓഫീസിലേക്ക് ഒരു പുതിയ ഓഫീസർ വന്ന് കയറുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി കേക്ക് മുറിച്ച് അദ്ദേഹം നമ്മളെ സഹകാരിയായ ഓഫീസർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വിചാരിക്കുക? ഇവനെപ്പോലെ മറ്റോനും കൈക്കൂലിന്മ ബാക്കിയുള്ള എല്ലാവരും വൈകുന്നേരം നമുക്ക് പൈസ ഉണ്ടാക്കി ഓരിയെക്കുന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ ഇയാൾ കൈക്കൂലിക്ക് നേരെ എതിരാണെങ്കിൽ അത് മനസ്സിലാകുന്ന ആ നിമിഷത്തിൽ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇയാൾക്ക് എന്ത് ചെയ്യും? ഇയാളവിടുന്ന് പുറത്തിയാടിക്കാനാ നോക്കുക. എന്തുകൊണ്ട്? ഇവരുദ്ദേശിക്കുന്ന ആളല്ല ഇയാള്. അപ്പൊ പിന്നെ നേരെ എതിരാകും. അത് സ്വാഭാവികമാണ്. അപ്പൊ പിന്നെ എന്ത് പറയാ? അപ്പൊ എൻ്റെ വാക്ക് നേരർത്ഥമുള്ളൂ. മനസ്സിലായല്ലോ പറഞ്ഞത്? വളരെ ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസം നമ്മളെ കുട്ടി മരിച്ച ദിവസം നമ്മളെ തൊട്ടടുത്ത നിരീശ്വരവാദിയാണെങ്കിലും നമ്മൾ മൂല്യരാണ്, തൊട്ടടുത്ത നിരീശ്വരവാദിയാണ്. കുട്ടി മരിച്ച ദിവസം ഓൻ അവിടെ നമ്മളെ മുറ്റത്ത് വന്ന് ദുഃഖത്തിൽ പങ്കെടുക്കുമല്ലേ? 99% എത്ര അങ്ങനെ അല്ലാത്ത ഒരാളെ നമ്മൾ കേട്ടിട്ടാനില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായില്ല? തൊട്ടടുത്ത അയൽവാസി, ഇങ്ങോട്ട് നോക്ക്, തൊട്ടടുത്ത അയൽവാസിയായ നിരീശ്വരവാദി വന്നിട്ട് വരുന്നവർക്ക് മുഴുവനും വെള്ളം കൊടുക്കാനും അവിടെ കസേര നിരത്താനും ദുഃഖിച്ച് ഒരു കസേര ഇരിക്ക പോലുമില്ല. അവൻ ആ ഗേറ്റിൻ്റെ മുന്നിൽ എല്ലാവരും സ്വീകരിക്കാനും അവിടെ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കും. അവൻ ആളാരാണെങ്കിൽ പോലും അതൊക്കെ മനുഷ്യത്വത്തിൻ്റെ ഒരു അളവാണ് അല്ലേ? അങ്ങനെയല്ലേ? ആരാണ്? അപ്പൊ ഈ അതുപോലും കിട്ടാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ഈ റസൂലുള്ളാഹിയും അബൂലഹബും തമ്മിൽ ഒരു ചുമരിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പുറത്ത് ഖദീജ ബീവിയും നബിയും താമസിക്കുമ്പോൾ അപ്പുറത്ത് ആര് താമസിക്കാണ്? അബൂലഹബും അർവയും താമസിക്കാണ്. അത്ര അടുത്താണ് താമസിക്കുക. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നബി നാട് വിട്ടോ? നമ്മക്ക് ഈ നാട് ശരിയാവില്ല. ഇത്തരം ഒരു ആമുക്കളാണ് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഇല്ല. പോയോ? ഇല്ല. പിന്നെ ചിന്തന പോണ് പോണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കൽബ് കുടുസായത്? നമ്മളെ കൽബിൽ ആരില്ലാത്തതാണ്. മുഹമ്മദ് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. കല്ലെടുത്ത് എന്താ അറിഞ്ഞോട്ടെ, എന്നാലും നമ്മളാണ് മേലെ. എന്തുകൊണ്ട് നമുക്ക് മനസ്സിലായത്? ഓന് മനസ്സിലായില്ല. ചരിത്രത്തിൽ അന്ന് ആ തുള്ളിച്ചാടിയ ഒരാളെ പേരും കാണാനില്ല. അതേ സമയത്ത് മുഹമ്മദ് എന്ന ആൾ ഇന്നും സമൂഹം ചർച്ച ചെയ്യാം.